RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ തൃക്കണ്ണാപുരത്തെ വീട്ടിലെ പൊതുദർശനം കഴിഞ്ഞു. ഇപ്പോൾ സംസ്കാരത്തിനായി മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. സംസ്കാരം അല്പസമയത്തിനകം പുത്തൻകോട്ട ശ്മശാനത്തിലാണ് നടക്കുക. ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ജിബിൻ, ആ കുടുംബവും ആ നാടുമൊക്കെ ആനന്ദിന്റെ മരണം ഇനിയും ഉൾക്കൊള്ളാനാകാത്ത അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ സംസ്കാരം എപ്പോഴാണ് നടക്കുക? ചടങ്ങുകളൊക്കെ തുടങ്ങിയോ? അക്ഷയ, അല്പസമയം മുൻപാണ് ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം തൃക്കണ്ണാപുരത്ത് വീട്ടിൽ നിന്ന് പുത്തൻകോട്ട ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പുത്തൻകോട്ട ശ്മശാനത്തിലേക്ക് എത്തിക്കും. അവിടെയായിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഏകദേശം 3 മണിയോടടുപ്പിച്ചാണ് ആനന്ദിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തൃക്കണ്ണാപുരത്ത് വീട്ടിലേക്ക് എത്തിച്ചത്. നേരത്തെ ആനന്ദ് ഒരു BJP പ്രവർത്തകനല്ല എന്ന് BJP നേതൃത്വം വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചിരുന്നു. പക്ഷേ ആനന്ദിന്റെ മൃതദേഹം ഈ തൃക്കണ്ണാപുരത്തെ വീട്ടിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടെ BJP RSSന്റെ നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്തിയിരുന്നു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, അതുപോലെ BJP നേതാവായിട്ടുള്ള C ശിവൻകുട്ടി, RSSന്റെ മുഖ്യ പ്രചാരകർ, അത്തരത്തിലുള്ള BJPയുടെയും RSSന്റെ നേതാക്കൾ ആനന്ദിന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ തൃക്കണ്ണാപുരത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവരും റീത്തുകൾ ആനന്ദിന് സമർപ്പിച്ചിരുന്നു. നേരത്തെ ആനന്ദ് കഴിഞ്ഞ ദിവസം പുറത്ത് മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റു അടുത്ത സുഹൃത്തുക്കൾക്കും അയച്ചിരുന്ന വാട്സപ്പ് സന്ദേശം, അതായത് ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് തന്റെ മൃതദേഹം ഒരു RSS നേതാവിനോ അല്ലെങ്കിൽ ഒരു RSS പ്രവർത്തകനോ BJP പ്രവർത്തകനോ കാണാൻ അനുവദിക്കരുതെന്നാണ് ആനന്ദ് ഈ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്ന സമയത്ത് നേതൃത്വം, അതായത് BJPയുടെ സംസ്ഥാന നേതൃത്വം ആനന്ദ് BJP പ്രവർത്തകനല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും BJPയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കരമന ജയനും മറ്റ് പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന, മറ്റ് പ്രവർത്തകർ മാത്രമല്ല മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആനന്ദിന്റെ വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ തൊട്ടു പിന്നിലായി കാണുന്നത് BJP തൃക്കണ്ണാപുരം കമ്മിറ്റി ആനന്ദിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി സ്ഥാപിച്ചിരിക്കുന്ന ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ് തൊട്ടു പിന്നിലായും കാണുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നേതൃത്വം തന്നെ ആനന്ദ് ഒരു BJP കഴിഞ്ഞ ദിവസം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ BJP പ്രവർത്തകനല്ല ആനന്ദ് എന്ന് നേതൃത്വം പറയുമ്പോൾ പോലും ഈ നാട്ടിലുള്ള BJPയുടെ പ്രവർത്തകരും ജില്ലയെ അടിസ്ഥാനമാക്കിയുള്ള ജില്ലാ നേതാക്കളും, പ്രത്യേകിച്ച് നോർത്ത് സിറ്റി ജില്ലാ പ്രസിഡന്റ് തന്നെ നേരിട്ട് ആനന്ദിന്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഈ വീട്ടിലുണ്ടായിരുന്ന പൊതുദർശനമൊക്കെ അവസാനിച്ച് ആനന്ദിന്റെ മൃതദേഹം ഇപ്പോൾ പുത്തൻകോട്ട ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അക്ഷയ. ശരി, ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകിയത്. ആനന്ദിന്റെ സംസ്കാരം അല്പസമയത്തിനകം തന്നെ നടക്കും. BJPയിൽ ഒരു വിഭാഗം ആനന്ദിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ ആനന്ദിന്റെ മരണശേഷം ഒരുക്കിയിരിക്കുന്നത് BJPയിലെ തന്നെ RSSലെ തന്നെ മറ്റൊരു വിഭാഗമാണെന്നുള്ള വിവരം കൂടിയാണ് ജിബിൻ പങ്കുവെക്കുന്നത്.